ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണ് പല ഘടകകക്ഷികളും വിജയിച്ചു കയറി വരുന്നത്. അവരുടെ സ്വന്തമായ ഒരു വോട്ട് ബാങ്ക് കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നുമല്ല വിജയിച്ചു കയറി വരുന്നത്. നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അനൂപ് ജേക്കബ് അവിടെ വിജയിച്ചിട്ടുള്ളത് എന്തടിസ്ഥാനത്തിലാണ്? ആരുടെ വോട്ട് നേടിയിട്ടാണ്? കോൺഗ്രസിന്റെ വോട്ട് നേടിയിട്ടല്ലേ? കോൺഗ്രസ് കുറച്ചുകൂടി വിശാലമായിട്ട് തിങ്ക് ചെയ്യേണ്ടതുണ്ട്, ആളില്ലാ പാർട്ടികളെയൊക്കെ മാറ്റി നിർത്തേണ്ടതുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മന്ത്രിസഭയിൽ UDF ഉൾപ്പെടുത്തേണ്ടതായിരുന്നു, പക്ഷെ അത് ഉൾപ്പെടുത്താതിരുന്നത് തെറ്റായി പോയി എന്ന് തന്നെ ഭാവിയിൽ UDFന് സമ്മതിക്കേണ്ടി വരും. കേരള കോൺഗ്രസിന് ഈ ജോസഫ് ഗ്രൂപ്പിന് കോൺഗ്രസ് ഈ 8 സീറ്റ് നൽകിയത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുകൊണ്ടുമല്ല, സഭയെ തൃപ്തിപ്പെടുത്താനും മധ്യ കേരളത്തിലുള്ള നസ്രാണികളുടെ വോട്ട് ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണ്. ഷിബു തെക്കുംപുറത്തും വ്യക്തിപരമായിട്ടൊരു 10,000 വോട്ട് പിടിച്ചേക്കാം, റെജി ചെറിയാനും വ്യക്തിപരമായിട്ടൊരു 10,000 വോട്ട് പിടിച്ചേക്കാം. അതിനപ്പുറത്തേക്ക് ഇവരുടെ പാർട്ടിയിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ആരെങ്കിലും ഒരു 1000 വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പണി നിർത്തിപ്പോ. നമസ്കാരം സാർ. നമുക്കറിയാം UDF എന്ന് പറഞ്ഞ എല്ലാ കാലത്തും സാമുദായിക ശക്തികളുടെയും ജാതി ശക്തികളുടെയൊക്കെ ഒരു കൂട്ടമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തരം ശക്തികളോട് സമവായപ്പെടാതെ ഒരു നിലനിൽപ്പ് മുന്നോട്ട് പോക്കും ഇന്നത്തെ കാലത്ത് സാധ്യമല്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സീറ്റ് നിർണയം തൊട്ട് ഇപ്പോൾ അവസാനം മന്ത്രിസഭ വരെ ജാതി സാമുദായിക സമവാക്യങ്ങളെല്ലാം മാറി മറിഞ്ഞത് നമുക്ക് കാണുകയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം നമുക്ക് കോൺഗ്രസിന്റെ ഘടകകക്ഷികളെല്ലാം ഏതെങ്കിലും ഒരു സാമുദായിക ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. അപ്പോൾ ആത്യന്തികമായി ഇതിൽ നഷ്ടം സംഭവിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ഈ മന്ത്രിസഭ എടുത്ത് പരിശോധിക്കുമ്പോൾ നഷ്ടം സംഭവിച്ചത് ആർക്കാണ്? അപ്പോൾ നേട്ടം കൊയ്തവരാരൊക്കെയാണ്? അതായത് നമ്മൾ എടുത്ത് പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ വെച്ചാൽ, ഈ കോൺഗ്രസിനകത്ത് നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള മുസ്ലിം MLA മാരുടെയും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ MLA മാരുടെയും മതം പറയാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നമ്മുടെ കൺമുമ്പിൽ കാണുന്ന കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ നമുക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ എടുത്ത് ഒന്ന് പരിശോധിച്ച് നോക്കുക. കാരണം ഈ UDFന്റെ ഘടകകക്ഷികളിൽ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അകത്തു നിന്ന് വരുന്ന എല്ലാ മന്ത്രിമാരും അത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരാണ്. കാരണം അത് മറ്റ് മതത്തിൽ നിന്നുള്ള ആരും അതിനകത്തില്ല. അതുകൂടാതെ തന്നെ ഘടകകക്ഷികളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് കേരള കോൺഗ്രസ് ഉൾപ്പെടെ എല്ലാ ഘടകകക്ഷി MLA മാരും ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഈ ക്രിസ്ത്യാനിയും മുസ്ലിം ലീഗിൽ നിന്നും മറ്റ് ഘടകകക്ഷികളിൽ നിന്നും ആകുന്നതോടുകൂടി കോൺഗ്രസിനകത്ത് സംഭവിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, കോൺഗ്രസിനകത്തു നിന്നുള്ള ക്രിസ്ത്യൻ മുസ്ലിം MLA മാർക്ക് മന്ത്രിമാരാകാനുള്ള അവസരമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണ് പല ഘടകകക്ഷികളും വിജയിച്ചു കയറി വരുന്നത്. അവരുടെ സ്വന്തമായ ഒരു വോട്ട് ബാങ്ക് കൊണ്ടോ ശക്തി കൊണ്ടോ ഒന്നുമല്ല വിജയിച്ചു കയറി വരുന്നത്. നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ അനൂപ് ജേക്കബിന്റെ കേരള കോൺഗ്രസ് ജേക്കബ്, ഈ കേരള കോൺഗ്രസ് ജേക്കബിനെ സംബന്ധിച്ചിട്ട് പിറവത്ത് തന്നെ ആ പാർട്ടി എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. മറ്റ് പല സ്ഥലങ്ങളിലും അവരുടെ ഓരോ കൊടി കുത്തിവെക്കാൻ വേണ്ടിയിട്ട് ഓരോ ആളുകളുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള സംഘടനാ സംവിധാനവും കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിനില്ല എന്നുള്ളതൊരു സത്യമാണ്. പിന്നെ അടുത്തത് CMP ആണ്. CMPയുടെ CP ജോണിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തെ ഒരു പാർട്ടി CMPയുടെ നേതാവ് എന്നതിനപ്പുറത്ത് UDFന്റെ നേതാവായിട്ടാണ് കോൺഗ്രസ് മൊത്തം കാണുന്നത്. കാരണം എല്ലാ കോൺഗ്രസ്സുകാരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് CP ജോണിനെ കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയോജക മണ്ഡലത്തിൽ നിർത്തി മത്സരിപ്പിക്കണമെന്നും വിജയിച്ച് കയറി വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മാന്യമായ ഒരു അക്കോമഡേഷൻ നൽകണമെന്നും. അദ്ദേഹത്തെ കാണുന്നത് ഒരു CMPയുടെ നേതാവായിട്ടല്ല, അദ്ദേഹത്തെ കാണുന്നത് കോൺഗ്രസിൻ്റെ ഒരു മുഖമായിട്ടാണ്, അല്ലെങ്കിൽ UDFന്റെ ഒരു മുഖമായിട്ടാണ് കാണുന്നത്. മറിച്ച് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എടുത്ത് പരിശോധിക്കുന്ന സമയത്ത് അത് നമ്മൾ പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. കാരണം അവരുടെ സംഘടനാ സംവിധാനം എന്താണ്, അതല്ല എങ്കിൽ അവരുടെ ജയിച്ചിരിക്കുന്ന 7 MLA മാർ, ഈ 7 MLA മാരും കോൺഗ്രസിന്റെ വോട്ട് നേടിയിട്ടാണ് വിജയിച്ചിരിക്കുന്നത്. മറിച്ച് അവരുടെ വോട്ട് ബാങ്ക് കൊണ്ടല്ല, ടീം UDF എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് അവരുടെ 7 MLA മാരും വിജയിച്ചിരിക്കുന്നത്, മറിച്ച് അവരുടെ ഒരു ശക്തി കൊണ്ടല്ല. അപ്പോൾ അവരുടെ 7 MLA മാർ വിജയിച്ച് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് 2 മന്ത്രിസ്ഥാനം വേണം എന്നുള്ളൊരു അവകാശവാദമൊക്കെ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഈ 2 മന്ത്രിമാർ വേണം എന്നുള്ളൊരു അവകാശവാദം ഉന്നയിക്കുന്ന സമയത്ത് നഷ്ടപ്പെടുന്നത് കോൺഗ്രസിനകത്തെ ക്രിസ്ത്യൻ MLA മാരുടെ സീറ്റുകളാണ്, മന്ത്രിസ്ഥാനമാണ് നഷ്ടപ്പെടുന്നത്. കാരണം ഇവർ ജയിച്ചിരിക്കുന്ന 7 പേരെടുത്ത് പരിശോധിച്ച് 7 പേരും ക്രിസ്ത്യാനികളല്ലേ? അത് ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളെങ്കിലും കേരള കോൺഗ്രസ് എന്ന് വിജയിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. തോമസ് ഉണ്ണിയാടൻ, മോൻസ് ജോസഫ്, വർഗീസ് മാമൻ, ഷിബു തെക്കുംപുറം, റെജി ചെറിയാൻ, പിന്നെ 2 പേരും കൂടെ ഉണ്ട്. അപ്പോൾ ഈ 7 പേരും ക്രിസ്ത്യാനികളല്ലേ? ഈ ക്രിസ്ത്യാനികളല്ലാത്ത വേറൊരു സ്ഥാനാർത്ഥി അവർക്കില്ല, ഷിബു തെക്കുംപുറം കോതമംഗലത്തുനിന്ന്. അപ്പോൾ എല്ലായിടത്തെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് ക്രിസ്ത്യാനികൾ മാത്രമാണ് ഇവർക്ക് സ്ഥാനാർത്ഥിയായിട്ടുള്ളതും ജയിച്ചിട്ടുള്ള MLA മാരും. അപ്പോൾ മുസ്ലിം ലീഗിൽ നിന്ന് വരുന്ന എല്ലാവരും മുസ്ലിമും ഈ ഘടകകക്ഷികളിൽ നിന്ന് വരുന്ന എല്ലാവരും ക്രിസ്ത്യാനികളുമാകുന്ന സമയത്ത് ഇവിടെ കുറയ്ക്കേണ്ടി വരുന്നത് കോൺഗ്രസിനകത്ത് നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള മുസ്ലിം ക്രിസ്ത്യൻ MLA മാരുടെ മന്ത്രിസ്ഥാനങ്ങളാണ്. അതല്ലെങ്കിൽ സാമുദായികമായിട്ടുള്ളൊരു ഇക്വേഷൻ തെറ്റിപ്പോവും. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ
അൻവർ സാദത്ത് 20 വർഷമായിട്ട് നിയമസഭയെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഇപ്രാവശ്യം ഒരു മന്ത്രിയാകാൻ സാധിച്ചില്ല എന്ന് പറയുന്നത് ഏറെ ആശ്ചര്യത്തോടു കൂടി നമുക്ക് നോക്കിക്കാണാൻ വേണ്ടി സാധിക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും അൻവർ സാദത്തിന് അർഹതപ്പെട്ടതായിരുന്നു ഇപ്രാവശ്യത്തെ ഒരു മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടാതെ പോയതിന് കാരണം എന്താണ്? മുസ്ലിം ലീഗിൽ നിന്ന് ഇത്രയും മന്ത്രിമാർ വന്നിരിക്കുന്നു. പിന്നെ കോൺഗ്രസിനകത്ത് ഒരാളെ മാത്രമേ മന്ത്രിയാക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ടി സിദ്ദിഖിനെ മാത്രം മന്ത്രിയാക്കിയത്. കാരണം കോഴിക്കോട് നിന്ന് മന്ത്രിയില്ല, വയനാട്ടിൽ നിന്നെങ്കിലും ഒരു മന്ത്രി ഇല്ല എങ്കിൽ മലബാറിനെ പൂർണ്ണമായിട്ടും അവഗണിച്ചു എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകൾ വരും. അതുകൊണ്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഷാനിമോൾ ഉസ്മാൻ തീർച്ചയായിട്ടും മന്ത്രിസ്ഥാനത്ത് എത്തേണ്ട ഒരാളല്ലായിരുന്നോ? നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതല്ലേ ഷാനിമോൾ ഉസ്മാൻ മന്ത്രിസ്ഥാനത്ത് എത്തുമെന്നുള്ള കാര്യം. പക്ഷേ ഷാനിമോൾക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം കൊണ്ട് സമാധാനം അടയേണ്ടതായിട്ട് വന്നില്ലേ? അതോടൊപ്പം തന്നെ ചാണ്ടി ഉമ്മൻ എന്തുകൊണ്ടാണ് മന്ത്രിയാകാൻ സാധിക്കാത്തത്? മോൻസി ജോസഫ് കോട്ടയത്ത് നിന്ന് മന്ത്രിയായി, അതുകൊണ്ടല്ലേ ആവാൻ സാധിക്കാതിരിക്കുന്നത്. അനൂപ് ജേക്കബ് മന്ത്രിയാവുന്നു. അപ്പോഴും മറ്റേ ചാണ്ടി ഉമ്മൻ മന്ത്രിയാകാത്തതിൽ ശക്തമായ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മൻ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള യാത്ര നടത്താൻ വേണ്ടി പോവുകയാണ്. അതുകൂടാതെ തന്നെ മാത്യു കുഴൽനാടൻ ശരിക്കും പറഞ്ഞാൽ മന്ത്രിയാകേണ്ടതല്ലേ? അനൂപ് ജേക്കബ് ഇവിടെ നിന്ന് ജാക്കോബിറ്റിനെ റെപ്രസെന്റ് ചെയ്ത് മന്ത്രി ആയതുകൊണ്ട് മാത്രമല്ലേ മാത്യു കുഴൽനാടൻ്റെ അവസരം നഷ്ടപ്പെട്ടത്? അനൂപ് ജേക്കബ് അവിടെ വിജയിച്ചിട്ടുള്ളത് എന്തടിസ്ഥാനത്തിലാണ്? ആരുടെ വോട്ട് നേടിയിട്ടാണ്? കോൺഗ്രസിന്റെ വോട്ട് നേടിയിട്ടല്ലേ? കോൺഗ്രസ് കുറച്ചുകൂടി വിശാലമായിട്ട് തിങ്ക് ചെയ്യേണ്ടതുണ്ട്, ആളില്ലാ പാർട്ടികളെയൊക്കെ മാറ്റി നിർത്തേണ്ടതുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ കോൺഗ്രസ് ഈ ക്രിസ്ത്യൻ പേരിൽ തന്നെ അവഗണന നേരിട്ടൊരു വ്യക്തിയുണ്ട്. അത് പാലാ MLA മാണി സി കാപ്പനാണ്. മാണി സി കാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ മന്ത്രിസഭയിൽ UDF ഉൾപ്പെടുത്തേണ്ടതായിരുന്നു. പക്ഷെ അത് ഉൾപ്പെടുത്താതിരുന്നത് തെറ്റായി പോയി എന്ന് തന്നെ ഭാവിയിൽ UDFന് സമ്മതിക്കേണ്ടി വരും. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാലാ പോലുള്ളൊരു സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം വിജയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഒരു MLA എന്നുള്ള രീതിയിൽ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചല്ല നമ്മൾ പരിശോധിക്കേണ്ടത്. മറിച്ച് അദ്ദേഹത്തിന് ടീം UDF ആയിട്ട് നിൽക്കുന്ന സമയത്ത് ബാക്കി UDFലെ എല്ലാ ഘടകകക്ഷികൾക്കും മന്ത്രിമാരാകാൻ വേണ്ടിയിട്ടുള്ള അവസരം ലഭിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് മാണി സി കാപ്പനെ മാത്രം മാറ്റി നിർത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ വോട്ട് ബാങ്ക് കണ്ടിട്ടാണോ അവർക്ക് ഒരു മന്ത്രിസ്ഥാനവും അതോടൊപ്പം തന്നെ ഒരു ചീഫ് വിപ്പ് സ്ഥാനവും നൽകിയിട്ടുള്ളത്? നമ്മളിത് അടുത്തുനിന്ന് പരിശോധിച്ച് നോക്കൂ. കോതമംഗലത്ത് ഷിബു തെക്കുംപുറം വിജയിച്ചു. അദ്ദേഹം നമ്മുടെ സുഹൃത്തു കൂടിയാണ്. പക്ഷേ അവിടെ എന്ത് സംഘടനാ സംവിധാനമാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുള്ളത്? കുട്ടനാട് റജീ ചെറിയാൻ, അദ്ദേഹവും നമ്മുടെ സുഹൃത്താണ്. എന്ത് സംഘടനാ സംവിധാനമാണ് കുട്ടനാട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുള്ളത്? തിരുവല്ലയിൽ വർഗീസ് മാമൻ വിജയിച്ചു. അദ്ദേഹവുമായിട്ട് നമുക്ക് ഫോണിൽ ബന്ധങ്ങളുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ തിരുവല്ലയിൽ എന്ത് സംഘടനാ സംവിധാനമാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനുള്ളത്? അവിടെ നിന്ന് നമ്മളിങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് എവിടെയാണ് മറ്റേ തൊടുപുഴയിൽ അവർക്ക് സംഘടനാ സംവിധാനമുണ്ട്, നമ്മൾ സമ്മതിക്കുന്നു. ഇതിനപ്പുറത്ത് ഇവർ വിജയിച്ചിരിക്കുന്ന ഏത് സ്ഥലത്താണ് ഇവർക്കൊരു സംഘടനാ സംവിധാനം എന്ന് പറയാൻ സാധിക്കുന്നത്? എല്ലായിടത്തും വിജയിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ വോട്ട് നേടിയിട്ടല്ലേ? കോൺഗ്രസിൻ്റെ ഔദാര്യമല്ലേ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ഈ 7 സീറ്റ് എന്ന് പറയുന്നത്? അതിനുശേഷം പിന്നീട് UDF യോഗങ്ങളിലൊക്കെ പോയിട്ട് മറ്റ് ഘടകകക്ഷികളെ കുറ്റം പറയാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? കേരള കോൺഗ്രസ് UDFിലേക്ക് വരാനായിട്ട് അവസാന നിമിഷവും ഒരു എസ് പറയാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നേതൃത്വം കാത്തിരുന്നതല്ലേ? കാരണം എന്താണെന്ന് വെച്ചാൽ കേരള കോൺഗ്രസ് എമ്മിന് വോട്ട് ബാങ്ക് ഉണ്ട്, അവരുടെ കൈവശം വോട്ടുണ്ട്. പക്ഷെ വോട്ടുണ്ടായിരുന്നിട്ടും അവർക്ക് ഈ പ്രാവശ്യം ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് അവർ പോയി. അത് ആ ഒരു മുന്നണിയുടെ LDF എന്ന മുന്നണിയുടെ ഭാഗമായിട്ട് അവർ നിന്നതുകൊണ്ടാണ്, ആ ഒരു സുനാമി അടിച്ചതുകൊണ്ടാണ് എന്ന് കരുതിയിട്ട് കേരള കോൺഗ്രസ് ജോസഫ് മാണിയേക്കാൾ വലിയ പാർട്ടിയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? കേരള കോൺഗ്രസ് എമ്മിനേക്കാൾ വലിയ പാർട്ടിയാണോ ജോസഫ് എന്ന് പറയുന്നത്? കേരള കോൺഗ്രസിന് ഈ ജോസഫ് ഗ്രൂപ്പിന് കോൺഗ്രസ് ഈ 8 സീറ്റ് നൽകിയത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊന്നുകൊണ്ടുമല്ല, സഭയെ തൃപ്തിപ്പെടുത്താനും മധ്യ കേരളത്തിലുള്ള നസ്രാണികളുടെ വോട്ട് ഉറപ്പിക്കാനും വേണ്ടിയിട്ടാണ്. മറിച്ച് ഇതിൽ 8 സീറ്റിലും താഴേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനിയെ അവഗണിച്ചു എന്നുള്ള രീതിയിൽ വ്യാപകമായൊരു പ്രചരണം നടക്കും. ആ പ്രചരണത്തെ തടയാൻ വേണ്ടിയിട്ട് മാത്രം നൽകിയ 8 സീറ്റാണ്. ആ 8 സീറ്റിലാണ് 7 സീറ്റിൽ വിജയിച്ചിരിക്കുന്നത്. ചങ്ങനാശ്ശേരി നമ്മൾ വിട്ടുപോയൊരു സ്ഥലമാണ്. ചങ്ങനാശ്ശേരിയിലൊക്കെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് എന്ത് സംഘടനാ സംവിധാനമാണുള്ളത്? അതിനുശേഷമാണ് ഈ PJ ജോസഫ് സാറ് UDF യോഗത്തിൽ പോയിട്ട് പറയുന്നത്, ഞങ്ങളെപ്പോലെ 7 MLA-മാരുള്ളവർക്ക് ഒരു മന്ത്രിസ്ഥാനം തരുന്ന സമയത്തും നിങ്ങൾ ഒരു MLA-മാർക്കുള്ള പാർട്ടികൾക്ക് നിങ്ങൾ മന്ത്രിസ്ഥാനം കൊടുക്കുന്നു എന്നൊക്കെ പറയുന്നത് നീതികേടല്ലേ? കോൺഗ്രസ്സുകാരൻ്റെ വിയർപ്പ് കൊണ്ട് നേടിയ 7 സീറ്റാണത്. അതിൽ PJ ജോസഫ് ഇത്ര അഹങ്കരിക്കേണ്ട ആവശ്യമല്ലോ ഉണ്ടോ? എന്തൊരു അഹങ്കാരമാണ്! അദ്ദേഹത്തിൻ്റെ മകൻ എന്താ പറയുന്നത്? ധൂർത്തപുത്രനാണെങ്കിൽ തിരിച്ചു വരാമെന്ന് കേരള കോൺഗ്രസ് എമ്മിനോട് പറയുന്നതാണ്. ഒരല്പം ഉളുപ്പുണ്ടാവുന്ന നല്ലതാണ്.
കാരണം എന്താണ് കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ ഔദാര്യം കൊണ്ട് കോൺഗ്രസിന്റെ വോട്ട് നേടി 7 സീറ്റ് വാങ്ങിച്ചതിന് ശേഷം തങ്ങൾ എന്തോ വലിയ സംഭവമാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണെന്നേ ഉള്ളത്. കോൺഗ്രസിൽ നിന്ന് വിട്ടുനിന്ന് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തനിച്ച് ഈ 7 സ്ഥലങ്ങളിലും മത്സരിച്ചാൽ ഈ 7 സ്ഥലങ്ങളിൽ ഇപ്പോൾ ഞാൻ പറയാം, തൊടുപുഴയിൽ ഒരു 10,000 വോട്ട് പിടിച്ചേക്കാം, 10,000 അല്ലെങ്കിൽ 15,000 വോട്ട് പിടിച്ചേക്കാം, കടുത്തുരുത്തിയിൽ ഒരു 10,000 വോട്ട് പിടിച്ചേക്കാം. അതിനപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പിന്നെ ഷിബു തെക്കുംപുറത്തും വ്യക്തിപരമായിട്ടൊരു 10,000 വോട്ട് പിടിച്ചേക്കാം, റെജി ചെറിയാനും വ്യക്തിപരമായിട്ടൊരു 10,000 വോട്ട് പിടിച്ചേക്കാം. അതിനപ്പുറത്തേക്ക് ഇവരുടെ പാർട്ടിയിൽ നിന്ന് വിജയിച്ചിട്ടുള്ള ആരെങ്കിലും ഒരു 1000 വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പണി നിർത്തിപ്പോകും. അത്രയുള്ള പാർട്ടി. അതിനുശേഷം അവർക്ക് ഒരു മന്ത്രിസ്ഥാനവും കൊടുത്തു, ഒരു ചീഫ് വിപ്പ് സ്ഥാനവും കൊടുത്തു. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിരുന്നതാണ് 7 സീറ്റ് അവർക്ക് 2 മന്ത്രിസ്ഥാനത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഈ ഒരു അഹങ്കാരം എന്ന് പറയുന്നത്, കാരണം ഈ പി ജെ ജോസഫിന്റെ ചില പ്രസ്താവനകൾ കാരണം ചില ആളുകൾക്ക് മന്ത്രിസ്ഥാനം വരെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നേ, മന്ത്രിസ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടെന്നേ. അത് ശരിയായിട്ടുള്ള രീതിയാണ്. കോൺഗ്രസിന്റെ വോട്ട് മേടിച്ചിട്ടല്ലാതെ ഇതൊക്കെ ജോസഫ് ഗ്രൂപ്പിന്റെ സ്വന്തമായിട്ട് വോട്ട് മേടിച്ചിട്ടാണ് ഇവർ വിജയിച്ചിരിക്കുന്നത്, അല്ലല്ലോ. അപ്പോൾ അഹങ്കാരവും അഹന്തയും ഒന്നും വേണ്ട, മകനെ ചീഫ് വിപ്പൊക്കെ ആക്കിക്കോളൂ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ UDF വിട്ടിട്ട് അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ സപ്പോർട്ടില്ലാതെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിച്ചാൽ ഒന്നുമല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ മറിച്ച് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിട്ട് അവർ മത്സരിച്ചിട്ടുള്ള 12 സീറ്റുകളിൽ 10 സീറ്റുകളിലും ചാലക്കുടിയും പെരുമ്പാവൂരും മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള 10 സീറ്റുകളിലും എല്ലാവിധ സംഘടനാ സംവിധാനങ്ങളും ഉള്ളൊരു പാർട്ടിയാണ് കേരള കോൺഗ്രസ് എം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ അഹങ്കാരം ഒന്നിനും നല്ലതല്ല. ഒരു മന്ത്രിസ്ഥാനമുണ്ട്, ഒരു ചീഫ് വിപ്പ് സ്ഥാനമുണ്ട്, അതുകൊണ്ട് സമാധാനിക്കുക. അത് കോൺഗ്രസ്സുകാർ നൽകിയിരിക്കുന്ന ഔദാര്യമാണ്. അതിനു വേണ്ടിയിട്ട് ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുള്ളത് കോൺഗ്രസിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള ക്രിസ്ത്യൻ MLA-മാരാണ് എന്നുള്ള യാഥാർത്ഥ്യം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മറന്നുപോകരുത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗും അധികം അഹങ്കരിക്കുകയൊന്നും ചെയ്യരുത്. കാരണം മലപ്പുറത്ത് അവരൊരു ശക്തിയാണ്, കൃത്യമായി അവർക്കൊരു വോട്ട് ബാങ്ക് ഉണ്ട്. കോഴിക്കോട് പല സ്ഥലങ്ങളിലും അവരുടെ വോട്ട് കൊണ്ടാണ് വിജയിച്ചിരിക്കുന്നത്. കണ്ണൂർ ചില സ്ഥലങ്ങളിൽ അവർക്ക് കൃത്യമായ സ്വാധീനമുണ്ട്, കാസർഗോഡ് സ്വാധീനമുണ്ട്. ഈ മലബാർ മേഖലയിൽ മുസ്ലിം ലീഗ് ഒരു ശക്തി തന്നെയാണ്, അതിനകത്ത് സംശയമില്ല. മുസ്ലിം ലീഗിൻ്റെ ഒക്കെ ഒരു 100 അയൽപക്കത്തെത്താനുള്ള വോട്ട് ബാങ്ക് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ഇല്ല എന്നുള്ളൊരു സത്യമാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം UDF യോഗങ്ങളിൽ സംസാരിക്കാനായിട്ട്. മറിച്ച് മറ്റുള്ളവരുടെ അവസരം നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളുമായിട്ടാണ് പി ജോസഫ് ഗ്രൂപ്പ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ എന്താണ് ജോസഫ് ഗ്രൂപ്പ് എന്നുള്ളത് നമുക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ വരച്ച് കാണിച്ചു കൊടുക്കേണ്ടി വരും. അതിനപ്പുറത്തേക്ക് വരുന്നത് നമുക്ക് ഈ വിഷയത്തിൽ പറയാനില്ല. കോൺഗ്രസിനകത്തെ മുസ്ലിം MLA-മാരും അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ MLA-മാരും ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്കകത്ത് നിങ്ങൾ പറയേണ്ട കാര്യമാണ്, ജനങ്ങളുടെ പിന്തുണയില്ലാത്ത ആളുകളുടെ പാർട്ടിയെ ഈ മുന്നണി സംവിധാനത്തിൽ നിന്ന് ഒഴിവാക്കി വിടുക. വെറുതെ എന്തിനാണ് വെച്ചിട്ട് അവർക്കൊരു മന്ത്രിസ്ഥാനവും കൊടുത്ത് അവരെങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത്? അതേസമയം അവസരങ്ങൾ നൽകേണ്ട മാണി സി കാപ്പനെ പോലുള്ള ആളുകളെ കോൺഗ്രസ് മാറ്റി നിർത്തുന്നത് വളരെ അപലപനീയമായ ഒരു കാര്യമാണ്. ഉചിതമായ തീരുമാനങ്ങൾ UDF-ന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.